പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്ന നമ്മൾ പരിശുദ്ധാത്മാവിനാൽ കോർത്തിണക്കപ്പെട്ട് ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അവർ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം അങ്ങ് അറിയുന്ന ഒരു ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് തുണയാണ്. അങ്ങ് ഞങ്ങളെ ഏറ്റെടുത്താൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആ ബോധ്യത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ നാമം ശക്തമായ നാമമാണ്. ആ നാമമാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ആ നാമത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവന്റെ മേലും അവിടുത്തെ അനുഗ്രഹം ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ ദൈവം കരുണ വർഷിക്കുന്ന വലിയ മണിക്കൂറാണ്. മുഖാബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ കരുണ, സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുവാനും കുടുംബത്തിൽ സ്ഥാനം പിടിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. ആ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ്റെ മേലും ആ കരുണ വർഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഉസ്സസ്ഥാനങ്ങളിൽ ഇരുന്ന് അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവകരുണയെ ധ്യാനിക്കാം. ദൈവത്തെ ധ്യാനിക്കുകയാണ് ദൈവകരുണയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത് ഈ കരുണ പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 27:14 വചനം. സങ്കീർത്തനം 27:14 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കാത്തിരിക്കുന്നവർക്ക് കരുണ ലഭിക്കും. ദൈവകരുണ ലഭിക്കാൻ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. സമയമെടുത്ത് പ്രാർത്ഥിക്കണം. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നന്നാകാൻ ദൈവം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഫലസംദായകമായിരിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രത്യുത്തരം നൽകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. 2-3 വചനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ അവിടെ കാണാൻ പറ്റും. അവരൊക്കെ കരുണ പ്രാപിച്ച ബൈബിൾ കഥാപാത്രങ്ങളാണ്. നമുക്കും ഇതുപോലെ കാത്തിരിക്കാൻ സാധിച്ചാൽ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ആ കരുണ വർഷിക്കപ്പെടും എന്ന് നമുക്ക് തിരിച്ചറിയാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകൻ. അവന് ഭീഷണി ഉണ്ടായി. ജസബലിൽ നിന്നും കിട്ടിയ ഭീഷണി, അവൻ്റെ തല കൊയ്തെടുക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, അതെല്ലാം കേട്ട് ഓടുന്ന പ്രവാചകൻ. പക്ഷെ അവന് ദൈവത്തിന് വേണ്ടി ഒരു ഗുഹാമുഖത്ത് കാത്തിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുക.
അങ്ങനെ കാത്തിരുന്ന് അവൻ്റെ അടുത്തേക്ക് ദൈവം വന്നു. അവിടെ കൊടുങ്കാറ്റും അഗ്നിയും മറ്റ് പല കാര്യങ്ങൾ സംഭവിച്ചു. അതിനേക്കാൾ ദൈവസാന്നിധ്യം വെളിപ്പെട്ടത് ഒരു മന്ദമാരുതൻ, ഒരു ഇളം കാറ്റ്. അവിടെ ഏലിയാ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ലോകത്തിൻ്റെതായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങളായിരിക്കാം ദൈവസ്വരം കേൾക്കുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. അതൊക്കെ ഒന്ന് മാറിയിട്ട് ശാന്തമായാൽ, സങ്കീർത്തനം 47:46 പറഞ്ഞിരിക്കുന്നതാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവത്തെ അറിയുന്നവർക്കാണ് പ്രാർത്ഥിക്കാൻ പറ്റുക. പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്ക 2-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനം. 36 മുതൽ മുമ്പോട്ട് വായിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട് ഹന്ന പ്രവാചിക. ഹന്ന എന്ന പ്രവാചിക ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അത് കുറച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ ഒന്നുമല്ല, വർഷങ്ങളോളം ദേവാലയം വിടാതെ ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന അന്നായെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൾ ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചു. കരുണയുടെ നിറകുടമായ യേശുവിനെ തന്നെ അവൾക്ക് കാണാനും അവനെ സ്നേഹിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ 2-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ലൂക്ക 2-ൽ നമ്മൾ കാണുന്ന ഒരു ബൈബിൾ കഥാപാത്രമാണ് അന്ന. കാത്തിരുന്ന് പ്രാർത്ഥിച്ചവൾ. അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു ബൈബിൾ കഥാപാത്രത്തെ കാണാൻ പറ്റും. അത് ലൂക്ക 19-ാം അധ്യായത്തിലാണ്. സക്കേവൂസ്. അവന് സമ്പത്തുണ്ടായിരുന്നു, മറ്റു പല നേട്ടങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പോരായിരുന്നു അവന്. അതുകൊണ്ട് തന്നെയാണ് അവൻ യേശു പോകാനിരുന്ന വഴി നേരത്തെ തന്നെ മനസ്സിലാക്കി ആ വഴിയെ മുമ്പേ ഓടി അവൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സിക്കമോർ മരത്തിൽ കയറി കാത്തിരിക്കുന്ന സക്കേവൂസിനെ കാണാൻ പറ്റും. അവൻ ആ മരത്തിൽ വേണമെങ്കിൽ ആ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന് ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി കാത്തിരുന്നു. എത്ര നേരം, എത്ര മണിക്കൂർ നമുക്കറിയില്ല. പക്ഷെ ആ കാത്തിരിപ്പിന് ഫലമുണ്ടായി. യേശു അതിലെ പോയപ്പോൾ അവിടെ നിന്നിട്ട് അവനോട് പറഞ്ഞൊരു കാര്യം, സക്കേവൂസ് താഴേക്ക് ഇറങ്ങി വരിക. അവൻ അതനുസരിച്ച് വന്നു. അവൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന യേശുവിനെ കാണാൻ പറ്റും. സക്കേവൂസിനും അവൻ്റെ കുടുംബത്തിനും ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു, രക്ഷയുടെ അനുഭവമുണ്ടായി. ഈ 3 ബൈബിൾ കഥാപാത്രങ്ങളിലും നമ്മൾ കാണുന്നത് കാത്തിരിപ്പാണ്. കാത്തിരിപ്പ്, അതിന് ഫലമുണ്ടായതിനെക്കുറിച്ചും നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കാൻ പഠിക്കുക, നിന്റെ പ്രാർത്ഥനയുടെ കേട് പോക്കുക. ദൈവം നിന്റെ മേൽ കരുണ വർഷിക്കും, ദൈവം നിന്നെ രക്ഷിക്കും, നിന്നെ സഹായിക്കും എന്നുള്ളത് ഈ ബൈബിൾ കഥാപാത്രങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ശരിയാണ്. പക്ഷേ ഈ പ്രാർത്ഥന ഫലം കാണണമെങ്കിൽ നല്ല പ്രാർത്ഥനയായിട്ട് നമ്മുടെ പ്രാർത്ഥന മാറണം. വ്യവസ്ഥകൾ പാലിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് ചില അടിസ്ഥാന നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന ശക്തമാകും, കുറ്റമറ്റതാകും, അത് ഫലസംദായകമാകും. ഇതിന് ആവശ്യമായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന നല്ലതാകാൻ ഒരു കാര്യം, തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന നല്ലതാകണമെങ്കിൽ ഈ കാര്യങ്ങൾ നിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് പിടിക്കുക. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപവാസം, ഇടയ്ക്കൊരു ഉപവാസവും പരിത്യാഗ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. രണ്ടാമത്തേതാണ് ദാനധർമ്മം. കുറച്ച് സൽപ്രവൃത്തികൾ, ദാനധർമ്മം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുന്നത് വളരെ നല്ലതാണ്. 3-ാമത്തെ കാര്യമാണ് നീതി. നീതിപൂർവ്വം ജീവിക്കാതെ എത്ര വാരിക്കോരി കൊടുത്തെന്ന് പറഞ്ഞാലും ദൈവം അവിടെ പ്രസാദിക്കണമെന്നില്ല. നമ്മൾ എത്ര ചാരിറ്റി കൊടുത്താലും അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകണമെന്നില്ല. സ്വർഗത്തിൽ പോകാൻ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അനീതി ഉപേക്ഷിക്കുക, നീതിപൂർവ്വം ജീവിക്കുക.
മത്തായിയുടെ സുവിശേഷം അതിൻ്റെ കാതലായ ഒരു സന്ദേശം നമ്മൾ 5-ാം അധ്യായം മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് രമ്യതപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പറ്റണം. മറ്റൊന്ന്, നമ്മൾ അനീതി വെടിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഹൃദയപൂർവ്വം ക്ഷമിച്ചും അതുപോലെ തന്നെ നീതിപൂർവ്വം ജീവിച്ചും പ്രാർത്ഥിക്കുന്നവരുടെ ആ ഒരു പ്രാർത്ഥന ഫലസംദായകമാകും എന്നുള്ളത് ഈ അധ്യായങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റും നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ എന്നാരംഭിക്കുന്ന ആ പ്രാർത്ഥന. ഇതേക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൂചിപ്പിച്ചത് വളരെ ലളിതമായ ഒരു പ്രാർത്ഥന, എന്നാൽ വളരെ ആഴമുള്ള പ്രാർത്ഥന. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഐ ലവ് ഇറ്റ്. ഈ പ്രാർത്ഥന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ പ്രാർത്ഥന ജീവിതത്തെ സമൂലം മാറ്റിമറിക്കുന്നതാണ്. ഈ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന ഫലമണിയും. നമുക്കറിയാലോ, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ക്ഷമിക്കുമ്പോൾ ചുമ്മാ പേരിന് ക്ഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി അപ്രകാരം പ്രവർത്തിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ വാഗൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പോരാ. വാചിക പ്രാർത്ഥന പോലും ഹൃദയത്തിൽ നിന്ന് വരണം. എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മത്തായി 15-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 10 മുതൽ വായിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 9, 10 വചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഈ ജനം അവരുടെ പ്രാർത്ഥന വ്യർത്ഥമാണ്. കാരണം ഹൃദയപൂർവ്വമല്ല പ്രാർത്ഥിക്കുന്നത്, അധരങ്ങൾ കൊണ്ട് മാത്രം. പരിവുണ്ട് ആ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തണമെന്നില്ല എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ, കർത്തൃപ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടെന്ന് തോമസ് അക്വിനാസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ്, ദൃഢവിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് നല്ല പ്രാർത്ഥനയായി മാറുക, ഫലസംദായകമായ പ്രാർത്ഥനയായിട്ട് മാറുക. രണ്ടാമത്തേതാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്മയായത് ഒരു വിഷയം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെ പ്രാർത്ഥന കുറ്റമറ്റതായിരിക്കണം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കലാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 8:13 സന്ദേശം അതാണ്. നാലാമത്തെ കാര്യമാണ്, ശരിയായ ഒരു ക്രമം നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ടാകണം. പ്രാർത്ഥിക്കാൻ തുറക്കുമ്പോഴേ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു നല്ല ക്രമം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മുഴുവൻ അതാണ്. അതിനുശേഷമാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയപ്പെട്ടിരിക്കുന്നത്. അവസാനത്തെ ഒരു കാര്യമാണ് എളിമ എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനം എളിമ എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഭ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എളിമയുള്ളവരുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിലെത്തുക. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. പ്രഭാഷകൻ 35:21 വചനം നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫലസംദായകമാകും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.